ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസറിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളുടെ മാരത്തോൺ വീഡിയോസാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 വീഡിയോ ഇതോടുകൂടി 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കണം, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. കൃത്യമായ പുതിയ സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ICDS സൂപ്പർവൈസറിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പാരൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിലബസ് പ്രകാരം പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? പാരൻറ്റിംഗ് ഈസ് എ ലോങ് ടൈം പ്രോസസ്സ്. എന്താണ് പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സല്ലേ? ഒരു കുട്ടി ജനിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ജീവനുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ എല്ലാ രീതിയിലും കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവൻ ചൈൽഡ് ആയിരിക്കുമ്പോഴും അവൻ്റെ കൗമാര പ്രായത്തിലും യങ് ഏജിലും ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ആ കുട്ടിക്ക് ചുറ്റുമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം പ്രോസസ്സാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ? Which prepares your child live independently as an individual with positive idea and viewpoints which are also focused about the future as well as all through the child grows and develop. A lot of factors parent can be assist their child. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ആശയങ്ങളും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ കുട്ടി സ്വതന്ത്രമായി ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു വലിയൊരു വക്താവ് കൂടിയാണ് ഒരു പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ് പാരൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി പോസിറ്റീവ് ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, അവൻ്റെ ജീവിത രീതിയിൽ അവൻ കാണുന്ന ഓരോ കാര്യങ്ങളും വളരെ വലിയ സ്വാധീനം ചെലുത്താൻ ആർക്ക് കഴിയും? പാരൻസിന് കഴിയും അല്ലേ? അപ്പോൾ നമ്മൾ ആ രീതിയിൽ നിന്നുകൊണ്ട് വേണം ഓരോ കുട്ടിയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയൊക്കെ നടത്താനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നല്ല വ്യക്തിയായി അവനെ വളർത്താൻ അല്ലെങ്കിൽ അവളെ വളർത്താനായിട്ട് പാരൻറ്റിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം നല്ലൊരു ഗുഡ് പാരൻറ്റിങ് മെത്തേഡ് ഷുഡ് ബി ഫോളോയിങ്. അപ്പോൾ കുറച്ച് പാരൻറ്റിങ് മെത്തേഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ദ ചൈൽഡ് മസ്റ്റ് ബി റിഫ്ലക്ഷൻ ഓഫ് എ പാരൻറ്റ്. ചൈൽഡ് എങ്ങനെയായിരിക്കണം? ഒരു പാരൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം. അങ്ങനെ പാരൻസിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം ചൈൽഡെങ്കിൽ എന്തൊക്കെ വേണം? പാരൻസിന് നല്ല രീതിയിലുള്ള ഒരു മാതൃകയായി തീരാൻ ഓരോ കുട്ടിക്കും ഒരു നല്ല മാതൃകയായിരിക്കണം അല്ലേ? അപ്പോൾ ഒരു കുട്ടിക്ക് ആ ഒരു ദ ചൈൽഡ് മസ്റ്റ് ബി റിഫ്ലക്ഷൻ ഓഫ് എ പാരൻറ്റ്. ഒരു കുട്ടി ഒരു മാതാപിതാക്കളുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം. മാതാപിതാക്കളെ സ്വാധീനിക്കുന്ന അവൻ്റെ അച്ഛനും അമ്മയുടെയും ജീവിതം കണ്ടു വേണം ഒരു കുട്ടി വളരാനായിട്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നത്, എല്ലാവരോടും നല്ല രീതിയിൽ ബഹുമാനത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അച്ഛൻ്റെ അമ്മയുടെ സൈഡിൽ നിന്നൊന്നും ഉണ്ടാകുന്നത് കുട്ടി കാണുന്നില്ല ലൈഫിൽ. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ റിഫ്ലക്ഷനാണ് കുട്ടി അവിടെ കണ്ടു വളരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് മാതൃകയായി മാറാൻ എപ്പോഴും ഒരു അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബി ലവ് ടു ദ ചൈൽഡ്. എന്താണ് ബി ലവ് ടു ദ ചൈൽഡാണ് സെക്കൻഡ് പോയിന്റ്. അതായത് ഗുഡ് പാരൻറ്റിംഗ് മെത്തേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നെന്തായിരുന്നു? ദ ചൈൽഡ് മസ്റ്റ് ബി ദ റിഫ്ലക്ഷൻ ഓഫ് എ പാരൻ്റ് ആയിരുന്നു. സെക്കൻഡ് ബി ലവ് ടു ദ ചൈൽഡാണ്. ബി ലവ് ടു ദ ചൈൽഡാണ്. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ നമുക്ക് പറയാം? ബി ലവ് ടു ദ ചൈൽഡാണ്. അതായത് കുട്ടിയോട് സ്നേഹത്തോടെ പെരുമാറുക, എല്ലായ്പ്പോഴും കുട്ടിയുടെ ഓരോ തരത്തിലുമുള്ള പ്രവർത്തികൾക്കും അവരെ അംഗീകരിക്കാൻ ശ്രമിക്കുകയും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നല്ല, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഓരോന്നിനെ ആയാലും ആ ഒരു പ്രവർത്തികൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അവരോടൊപ്പം അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നമ്മൾ സന്തോഷിക്കാനും, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും, സ്നേഹത്തോടെ സാരമില്ല പോട്ടെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ആരെക്കൊണ്ട് സാധിക്കണം? എപ്പോഴും ഒരു പാരൻറ്റിനെ കൊണ്ട് സാധിച്ചിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ദ ചൈൽഡ് ലീവ് വിത്ത് ഡിസിപ്ലിൻ അറ്റ് ദ ഹോം ആൻഡ് ഔട്ട്സൈഡ്. മേക്ക് ദ ചൈൽഡ് ലീവ് വിത്ത് ഡിസിപ്ലിൻ അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ് എന്താണ് ഗുഡ് പാരൻറ്റിംഗ് മെത്തേഡിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്ക് ദ ചൈൽഡ് ലീവ് വിത്ത് ഡിസിപ്ലിൻ ഹോം ആൻഡ് ഔട്ട്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടിയെ വീട്ടിലും പുറത്തും അച്ചടക്കത്തോടെ പെരുമാറാനായിട്ട് ശീലിപ്പിക്കുക എന്നതാണ്.
അപ്പോൾ ഒരു കുട്ടി ജീവിക്കുന്ന രീതിയിൽ അവൻ പുറത്ത് പെരുമാറുന്നതും വീട്ടിൽ പെരുമാറുന്നതൊക്കെ നമ്മൾ കുഞ്ഞിലെ മുതൽ അവനെ പരിശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടെ സമൂഹത്തിൽ പെരുമാറാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും, അത് പണം കണ്ടിട്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടല്ല, ഓരോ വ്യക്തികളെയും അവൻ്റെ പ്രായം കുറഞ്ഞ കൂടുതലുള്ളവരെ കൂടുതൽ ബഹുമാനിക്കാം, പ്രായം കുറഞ്ഞവരെ കുറച്ച് ബഹുമാനിച്ചാൽ മതി, അങ്ങനെയൊന്നുമല്ല. എന്താണ്, എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള മനോഭാവം കുട്ടിയിൽ വളർത്തിയെടുക്കാൻ ആരെക്കൊണ്ട് ആദ്യം സാധിക്കണം? പാരൻറ്റിനെ കൊണ്ട് ആദ്യം സാധിക്കണം. അപ്പോൾ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ദ ചൈൽഡ് മസ്റ്റ് ബി റിഫ്ലക്ഷൻ ഓഫ് എ പാരൻറ്റ്. ഒരു ചൈൽഡ് എന്ന് പറയുന്നൊരു അച്ഛനമ്മയുടെ റിഫ്ലക്ഷനായിട്ട് മാറണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ആ ഒരു റിഫ്ലക്ഷനായിട്ട് മാറാൻ കുട്ടിക്ക് മാതൃകയായി ഇരിക്കണം. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ, അത് വീട്ടിലുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ സമൂഹത്തിലുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ, നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കാൻ ആരെക്കൊണ്ട് സാധിക്കണം? മാതാപിതാക്കളിലൂടെ കുട്ടികളിലെ കൊണ്ട് സാധിക്കണം. അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാം. മേക്ക് ടൈം ഫോർ ബി വിത്ത് ദി ചൈൽഡ് എന്നാണ്. മേക്ക് ദ ടൈം ഫോർ ബി വിത്ത് ദ ചൈൽഡ്. അതെന്തുകൊണ്ട് ചോദിച്ചാൽ എന്താണ്, കുട്ടിയോടൊപ്പം കഴിയാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. അപ്പോൾ ഓരോരുത്തരുടെയും ജോലി തിരക്കുകൾ, ഓരോ അച്ഛനും അമ്മയ്ക്കായാലും ഒരുപാട് തരത്തിലുള്ള ജോലി തിരക്കുകളും ഒരുപാട് തരത്തിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. എന്നോർത്ത് എത്ര പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ഒരു കുട്ടിയെ മാറ്റി നിർത്താനായിട്ട് പാടില്ല. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആ കുട്ടിയുടെ സ്പെഷ്യൽ ടൈംസ് നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട്, ഒരുമിച്ച് കുറച്ച് സമയം എപ്പോഴും കണ്ടെത്തണം. അവനോടൊപ്പം കളിക്കാനും അവരോടൊപ്പം വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും, ഓരോ ഘട്ടത്തിലും എന്താണ് കുട്ടിക്ക് വേണ്ട ഓരോ മോട്ടിവേഷൻ കൊടുക്കാനായാലും അവനെ ചേർത്ത് നിർത്താനായാലും അവനോട് സംസാരിക്കാനും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു സമയവും സ്പേസും എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് ട്രൈ ടു ബി എ ഗുഡ് പേഴ്സൺ ഇൻ ഹോം വിത്ത് ദി ചൈൽഡ് എനേബിൾ ടു ഗുഡ് ഡീൽ വിത്ത് ദം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു വീട്ടിൽ എപ്പോഴും ഒരു കുട്ടിയുടെ മുമ്പിൽ നല്ലൊരു പേഴ്സൺ ആയിരിക്കണം. അല്ലാതെ എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം വഴക്കിടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു പാരൻറ്റിങ് ആയിരിക്കരുത് കുട്ടി ഒരിക്കലും കണ്ടു വളരേണ്ടത്. എപ്പോഴും വീട്ടിൽ അവൻ സ്നേഹനിധിയായ ഒരു അച്ഛനെയും അമ്മയും ആയിരിക്കണം കണ്ടു വളരേണ്ടത്. അങ്ങനെ സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛനെയും അമ്മയും കണ്ടു വളരുന്ന കുട്ടിക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുകയും അത് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നല്ല പോസിറ്റീവ് വൈവിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതാണ് മറ്റൊന്നാണ് ഡോണ്ട് ഹൈഡ് ദ ഫിനാൻഷ്യൽ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ യുവർ ചൈൽഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടിയെ അത് അറിയിക്കാതിരിക്കരുത്. എന്താണ്, അപ്പോൾ സാമ്പത്തികമായി നമ്മളുണ്ടാക്കുന്ന പൈസയുടെ വാല്യൂ കുട്ടി അറിഞ്ഞു തന്നെ വേണം വളരാനായിട്ട്. അതല്ല എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെച്ചിട്ട് അവൻ ചോദിക്കുന്ന എന്തും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവൾ ചോദിക്കുന്ന എന്തും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ ശീലം ഒരിക്കലും കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാതിരിക്കുക. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം ഇത്രയേ ഉള്ളൂ, അത് ഇത്ര കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിനൊന്നും പൈസ തികയില്ല. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞ് വേണം കുട്ടി എപ്പോഴും വളരാൻ. നമ്മുടെ കയ്യിൽ എന്ത് ഏർണിങ്സ് വരുന്നുണ്ടോ അത് മക്കളും അറിഞ്ഞിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ സാമ്പത്തികമായിട്ട് നമ്മുടെ ഇതിന് പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യേണ്ട സമയത്ത് അവരും ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ എന്ത് സാധനങ്ങൾ ചോദിച്ചാലും അത് വാങ്ങിക്കൊടുക്കുന്ന കുട്ടിയെ അങ്ങനെ തരത്തിൽ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ വരുമാനവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അവസ്ഥയും അറിഞ്ഞ് അതിനോട് പൊരുത്തപ്പെട്ട് വേണം എപ്പോഴും കുട്ടികൾ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് എ ഗുഡ് പാരൻറ്റിങ് മെത്തേഡ് ഷുഡ് ബി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പാരൻറ്റിങ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അവന് കൊടുക്കേണ്ട സപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനും നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്ന ICD സൂപ്പർവൈസ് സിലബസ് അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്.